ഒരു സിംഗിൾ ഫൗണ്ടർ ഒരിക്കലും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ സമീപിക്കാറുണ്ടോ? ഉണ്ട്. അത് ഒരു തെറ്റായ ഒരു കാര്യമല്ല. പക്ഷെ ഞാൻ പേഴ്സണലി, ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, ഇതിനോട് വിരുദ്ധമായ അഭിപ്രായമുള്ള ഇൻവെസ്റ്റേഴ്സ് വേറെ ഉണ്ട്. പൊതുവേ ഞാൻ സിംഗിൾ ഫൗണ്ടേഴ്സിൻ്റെ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് അവരുടെ ബിസിനസ്സിനെ കുറിച്ച് വേറൊരാളെയും കൂടെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടായിരിക്കാം പലർക്കും ഒരു കോ ഫൗണ്ടർ കിട്ടാതെ. അപ്പോൾ അതെന്ന് പറയുന്നത് ഇവരുടെ സെല്ല് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനം. അവരുടെ ആ കഴിവ് അവിടെ ഇല്ല എന്ന്, അല്ലെങ്കിൽ ആ കഴിവ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. രണ്ടാമത്തത്, ഒരു റിസ്ക് ഫാക്ടർ കുറച്ച് കൂടുതലാണ്. ഈ ഫൗണ്ടർ ഒരു 2 ആഴ്ച പനി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ ബിസിനസ് അവിടെ നിൽക്കും. ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് അതൊരു ആഡഡ് റിസ്ക് ആണ്. ഒറ്റ സിംഗിൾ ഫൗണ്ടർ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂ. അതെ. പ്രിഫർ ചെയ്യുന്നത് ഒരാളും കൂടെ എങ്കിലും കൂടെ ഉണ്ടാവുക. ഓക്കെ.